ഭ്രമയുഗം യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റും മലയാളം സിനിമയിലെ ഹൊറർ ജോൺറയെ ഒന്ന് റീഡിഫൈൻ ചെയ്ത സിനിമ. കാരണം അത്രത്തോളം ഒരു മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് തിയേറ്ററിൽ നമുക്ക് തരാൻ കഴിഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടായിരിക്കും ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് അങ്ങനെ എൻഡ് ചെയ്തത്? ഭ്രമയുഗത്തിൽ നമ്മൾ കാണുന്ന ഈ ഒരു ഹൊറർ ആംബിയൻസ് മാത്രമേ ഉള്ളൂ അല്ല, ഈ കഥയ്ക്ക് ഒരുപാട് ലെയറുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ലെയറുകൾ നമ്മുടെ സമൂഹത്തിലും ചരിത്രത്തിലുമുള്ള ചില കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനും കഴിയും. എന്നാൽ അടുത്ത ഗോൾഡൻ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടായിരിക്കും ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിരിക്കുന്നത്? അതിൻ്റേതായിട്ടുള്ള ചില ഗുണങ്ങളുമുണ്ട്. അതിനെക്കുറിച്ചുള്ള എൻ്റെ ചില കാഴ്ചപ്പാടുകളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. ആദ്യം തന്നെ പറയുന്നു, സിനിമ കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇവിടം തൊട്ട് ബാക്കി കാണുക. കാരണം സ്പോയിലർ ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് സിനിമ കാണാമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ എക്സ്പീരിയൻസിനെ അതൊരുപാട് ബാധിക്കും. കാരണം തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഭ്രമയുഗം എന്ന് പറയുന്നത്. കാണുക എന്ന് ഞാൻ പറയത്തില്ല, കാരണം അവിടെ നമ്മൾ കാണുകയും കേൾക്കുകയും മാത്രമല്ല ചെയ്യുന്നത്, ആ സിനിമ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് സിനിമ കാണാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സിനിമ പോയി കണ്ടിട്ട് 1 or 2 തവണയോ കണ്ടിട്ട് വന്ന് ഈ വീഡിയോയുടെ ബാക്കി കാണുക. അപ്പം നമുക്ക് ഭ്രമയുഗത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഡ്നസ് ഒന്ന് അളന്നാലോ? നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലസ്കോപ്പിലേക്ക് സ്വാഗതം. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, നോർമൽ ഹൊറർ ഫിലിമുകളെ റീഡിഫൈൻ ചെയ്ത ഒരു ഹൊറർ ഫിലിമാണ് ഈ ഒരു ഭ്രമയുഗം എന്ന് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടുള്ള ഹൊറർ ഫിലിമുകളിലുള്ള പല എലമെൻറ്റുകളെയും മറ്റൊരു വെർഷനിൽ നമ്മുടെ മുന്നിൽ ഈ ഒരു ഡയറക്ടർ അദ്ദേഹം നല്ല മനോഹരമായി തന്നെ കാണിച്ചിട്ടുണ്ട്. അതിനാദ്യം തന്നെ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യണം നമുക്ക്. ഈ സിനിമയുടെ ഫുൾ കഥ ഞാനിവിടെ നിന്ന് പറയുന്നില്ല, മറിച്ച് ചില പോർഷൻസ് പെട്ടെന്നൊന്ന് പറയണം. കാരണം ഇതിൻ്റെ എക്സ്പ്ലനേഷന് ഈ ഭാഗങ്ങളൊക്കെ അത്യാവശ്യമായതുകൊണ്ടാണ് കേട്ടോ. സിനിമയുടെ തുടക്കം മുതൽ പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്, 2 പേര് എന്തോ നല്ലപോലെ പേടിച്ചൊരു സ്ഥലത്തൊന്ന് അന്തി ഉറങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് പോകുമ്പോഴത്തേക്കും അവിടെ അവരൊരു യക്ഷിയെ കാണുന്നുണ്ട്. ഈ ഒരു യക്ഷിയെ പോർട്രേ ചെയ്തിരിക്കുന്ന രീതി വളരെ വ്യത്യസ്തമായിട്ടാണ്. കാരണം ഇന്നേ വരെ നമ്മൾ യക്ഷിയെ കണ്ടിട്ടുള്ള എങ്ങനെയാണ്, ടിപ്പിക്കലായിട്ട് ആ വെള്ളയും സാരി, എന്ത് യക്ഷിക്ക് വെള്ളയും സാരി മാത്രമേ ഉടുക്കാവുള്ളൂ. അത് പണ്ട് ഏതോ ഒരു എഴുത്തുകാരൻ്റെ ഭാവനയിൽ വന്ന ആ ഒരു സംഭവം കാലാകാലങ്ങളായിട്ട് അതേപോലെ തന്നെ പിന്തുടർന്നു വന്നു. ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും മോഡേൺ ഡ്രസ്സുകളിലേക്ക് മാറിയാലും ഫ്രോക്കിലോട്ട് വരെ മാറിയിട്ടുണ്ട്, അപ്പോഴും നിറം വെളുപ്പ് തന്നെയാണ്. എന്നാൽ ഇവിടെ യക്ഷിയെ കാണിച്ചിരിക്കുന്നത് ഈ വെസ്റ്റേൺ ഫോക്ക് കഥകളിൽ വരുന്ന ചില സൈറൻ, സക്കൂബസ് അങ്ങനെ പറയുന്ന ചില മിത്തിക്കൽ ക്രീച്ചേഴ്സ് ഉണ്ട്. ഏകദേശം അതുപോലെ തന്നെ ഒരു മിത്തിക്കൽ ക്രീച്ചറായിട്ടാണ് യക്ഷിയെ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരാൾ മരിച്ചതിന് ശേഷം അവശേഷിക്കുന്ന ആത്മാവ് എന്ന് കാണിക്കുന്നതിന് പകരമായിട്ട് ഒരു സെപ്പറേറ്റ് ടൈപ്പ് ഓഫ് ജീവിയാണ് യക്ഷി, അല്ലെങ്കിൽ ഒരു മിത്തിക്കൽ ക്രീച്ചറാണ് യക്ഷി എന്നുള്ള രീതിക്ക് കാണിച്ചിരിക്കുന്നു. ആ ഒരു കോസ്റ്റ്യൂം ജോക്സ് അപ്പാർട്ട് ഏറ്റവും മനോഹരമായിട്ടാണ് ഒരു മിത്തിക്കൽ ജീവി എങ്ങനെയായിരിക്കുമോ അതുപോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഒറ്റമുണ്ട് കൊണ്ട് മറച്ച്, അതുപോലെ മുടി കൊണ്ട് തൻ്റെ മാറ് മറച്ച്, അതുപോലെ ആഭരണങ്ങൾ, അത് കണ്ടാൽ തന്നെ അറിയാം നൂറ്റാണ്ടുകൾക്കും അപ്പുറം ജീവിച്ചിരുന്ന ഒരു മിത്തിക്കൽ ക്രീച്ചറാണ് ആ മുന്നിൽ നിൽക്കുന്നതെന്ന്. കാരണം ആ ഒരു നഖം തന്നെ പോലും ഒരു മനോഹരമായിട്ടുള്ളൊരു ആഭരണമാണ്. നമ്മളിപ്പോൾ ലവ്, ഡെത്ത് ആൻഡ് റോബോട്ട് എന്ന് പറയുന്ന ഒരു ആന്തോളജി സീരീസ് ഉണ്ട്. ആ സീരീസിലെ 3rd സീസണിലെ ഒരു എപ്പിസോഡിൽ സൈറനെ ഫീച്ചർ ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡുണ്ട്. ഈ സൈറനും ഇതുപോലൊരു മിത്തിക്കൽ ക്രീച്ചറാണ്. ആളുകളെ പാട്ടുപാടി ആകർഷിച്ച് കൊന്നുകളയുക, ഈ പരിപാടിയാണ് സൈറൻ ചെയ്തിരുന്നത്. സക്കുബസും ഏകദേശം ഇതുപോലെ തന്നെയാണ്. അപ്പം അതിന് സിമിലർ ആയിട്ടുള്ള രീതിക്കാണ് ഇതിൽ ഈ ഒരു യക്ഷിയെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ചെലങ്ക, അത് സെലക്ട് ചെയ്തേക്കുന്ന ആഭരണവും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം സാധാരണ ചെലങ്കയുടെ ഒരു വലിയ സൈസിലുള്ള സാധനമല്ല കാലിലിട്ടിരുന്നത്, മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴക്കമുണ്ട്, അല്ലെങ്കിൽ അത്രയും കാലഘട്ടം പഴക്കമുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ആഭരണമാണ് കാലിൽ ധരിച്ചിരുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, ആ ഒരു യക്ഷിക്ക് അത്രയും ഇമ്പാക്റ്റ് ചെറിയ സീനിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അത് ഇതിൻ്റെ ആർട്ട് സെക്ഷനെയും കോസ്റ്റ്യൂം സെക്ഷനെയും എല്ലാം അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള ഒരുത്തനെ ആ ഒരു യക്ഷി കൊന്നുകളയും. അത് കണ്ട് പേടിച്ച് മറ്റൊരുത്തൻ ഓടി രക്ഷപ്പെട്ട് കയറി കൊടുക്കുന്ന എങ്ങോട്ടാണ്? ആ മനയിലോട്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ചേരയെ പേടിച്ച് നേരെ രാജവമ്പാലയുടെ അടുത്ത് കയറി കൊടുക്കുന്ന കണക്ക് ഓടിച്ചെന്ന് കയറി കൊടുക്കുന്നത് ഈ മനയിലോട്ടാണ്. ഈ മനയുടെ ഫ്രണ്ട് ഡോർ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു ഫ്രണ്ട് കവാടം ഉണ്ടല്ലോ, നമുക്കറിയാം എല്ലാ പണ്ടത്തെ മനകൾക്കും ഒരു കവാടം കാണും. ഈ കവാടം ഇവരോട് വെച്ചേക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ കവാടത്തിൻ്റെ മതിലുകൾ കാണാൻ പറ്റാതെ പുല്ലൊക്കെ നല്ലതുപോലെ വളർത്തി ആ ഒരു കവാടത്തിൻ്റെ പൊളിഞ്ഞു കിടക്കുന്ന ഡോറ് മാത്രം കാണിക്കുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ലോകത്തു നിന്ന് മറ്റൊരു ലോകത്തിലേക്കുള്ള ഒരു പോർട്ടൽ പോലെ. അതായത് നാച്ചുറൽ കൺട്രോളുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരു വേറെ ഏതോ ഒരു എൻറ്റിറ്റി ഉള്ളൊരു സ്ഥലത്തേക്ക്
ടെറിട്ടറിയിലേക്ക് പോകുന്നത് പോലെ തോന്നിക്കുന്ന രീതിക്കാണ് ആ സമയത്ത് മ്യൂസിക് സെറ്റ് ചെയ്തിരിക്കുന്നതും ആ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നതും. അതിൻ്റെ അകത്ത് കയറി ചെല്ലുന്ന ആ ഒരു യുവാവ് അയാളൊരു പാണനാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അയാളുടെ പേര് തേവനാണെന്നും പറയുന്നുണ്ട്. ഈ തേവൻ അവിടെ ചെന്ന് അവിടുത്തെ കുശിനിക്കാരനെ കാണുന്നു. കുശിനിക്കാരൻ ഇയാളെ നേരെ നമ്മുടെ അഭിനയ സിംഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയാണ്. അങ്ങനെ തന്നെ പറഞ്ഞേ പറ്റുള്ളൂ, കാരണം അങ്ങോട്ട് പോകുമ്പോൾ പറയാം. അഭിനയ സിംഹം അവിടെ വന്നിരിക്കുന്നു, മമ്മൂട്ടി അവിടെ വന്നിരിക്കുമ്പോൾ തന്നെ മമ്മൂക്കയുടെ ആ ഒരു ആക്ഷൻസും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു അമാനുഷികനായിട്ടുള്ള വ്യക്തിയാണ്. തുടക്കത്തിൽ തന്നെ ആ ഓറ മുറുക്കാൻ ചവയ്ക്കുന്ന സ്റ്റൈലിലൂടെ മമ്മൂക്കയ്ക്ക് കാണിക്കാൻ കഴിഞ്ഞു. അങ്ങനെ കുറച്ചുള്ള അങ്ങാട്ട് സംഭാഷണത്തിൽ നിന്ന് മമ്മൂക്ക പറയുന്നു തൻ്റെ പേര് കൊടുമൻ പോറ്റിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൊടുമൻ പോറ്റി പാടാൻ പറയുന്നു. പാടാനല്ലേ, അപ്പോൾ ഇയാൾ പാടുന്നു. പാടിയതിന് ശേഷം പറയുന്നു പാട്ടും വരവും ഇഷ്ടമായി, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കൂടിക്കൊള്ളൂ, എൻ്റെ കൂടെ തന്നെ ഇവിടെ താമസമാക്കിക്കൊള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തോന്നിപ്പോകുമ്പോൾ എന്ത് നല്ല മനുഷ്യൻ, മാലാഖമാർ കഴിഞ്ഞാൽ പിന്നെ ഈ പുള്ളിക്കാരനാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഒരു പാവപ്പെട്ടവന് താമസിക്കാനൊക്കെ സ്ഥലം കൊടുക്കുകയല്ലേ. അപ്പോൾ പറയും ഇങ്ങോട്ട് കയറി വരാൻ പറയുമ്പോഴത്തേക്കും 17-ാം നൂറ്റാണ്ടിലൊക്കെ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഉച്ചനീചത്വത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു പാണൻ പറയും, തേവൻ പറയും, ഞാൻ കയറുന്നില്ല, ഞാൻ ഇന്ന ആളല്ലേ, നിങ്ങൾ ബ്രാഹ്മണനല്ലേ. അപ്പോൾ ഉടനെ തന്നെ മമ്മൂക്കയുടെ ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ഡയലോഗ് പറയുന്നുണ്ട്. എന്താണ് ബ്രാഹ്മണൻ? ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാവുന്നതെന്ന് പറയും. അതിപ്പോൾ നമ്മൾ പണ്ട് നിവേദ്യം എന്നും പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയിലെ പ്രധാന കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്, ബ്രഹ്മജ്ഞാന ഇതി ബ്രാഹ്മണ. അതായത് ബ്രഹ്മജ്ഞാനമുള്ളവൻ ആരാണോ അവനാണ് ബ്രാഹ്മണൻ. ബ്രഹ്മജ്ഞാനം വേണം, ബ്രഹ്മജ്ഞാനമുള്ളവനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ഇതേ സെയിം അർത്ഥം വരുന്നൊരു സാധനം പണ്ട് മമ്മൂക്കയുടെ തന്നെ അഥർവം എന്നും പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊജാതി സിനിമയാണെന്നറിയാം, അതൊന്ന് കണ്ടുപോകണം കേട്ടോ. അഥർവം എന്ന് പറയുന്ന സിനിമയിലും ഇതേ ഡയലോഗ് പറയുന്നുണ്ട്. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ളൊരു ഡയലോഗ് ഇവിടെ പറഞ്ഞിട്ട് തേവൻ്റെ അടുത്ത് അകത്ത് കയറാൻ പറയുന്നു. എന്നാൽ ഈ കുക്കുണ്ടല്ലോ, അവിടെ ശ്രീ സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രം എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ, മാസ്മരിക പെർഫോമൻസ് ആണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രം നമുക്ക് അദ്ദേഹത്തെ കുക്കെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു കുക്ക് വന്ന സമയം തൊട്ട് തേവനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. എന്തോ ഈ കുക്കിന് ഇയാളുള്ള സ്ഥലത്ത് വേറെ ആരും വരരുത് എന്ന ആഗ്രഹം ഉണ്ട് എന്ന് ചില സമയത്ത് തോന്നുന്നു. ചില സമയത്ത് തേവൻ്റെ ആ ഒരു ജാതിയോടുള്ള ഒരു അമർഷം ഈ ഒരു കുക്ക് കാണിക്കുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നും. അങ്ങനെ അകത്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് തേവൻ്റെ കണ്ണിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇതൊരു സാധാരണ സ്ഥലമല്ല. അങ്ങനെ പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും തേവൻ അവിടെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നു. എന്നാൽ എപ്പോഴോ തേവൻ ദൈവത്തിൻ്റെ പേര് പറഞ്ഞപ്പോഴത്തേക്കും ഒരു പോറ്റിയായിരുന്നിട്ട് പോലും കൊടുമൻ പോറ്റിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദൈവം എന്ന് പറഞ്ഞൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ളൊരു സംസാരം കൊടുമൻ പോറ്റി എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തേവൻ അത്ഭുതം തോന്നിക്കുകയാണ്. അതായത് ഇത്രയും വലിയൊരു സിദ്ധന് ദൈവത്തിൽ വിശ്വാസമില്ലേ. പിന്നെ അങ്ങോട്ട് പോകെ മനസ്സിലാക്കുന്നു ഇതൊരു സാധാരണമായിട്ടുള്ള വീടല്ല, ഇവിടെ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, മോളിൽ എന്തൊക്കെയോ ചങ്ങല എഴയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല കൊടുമൻ പോറ്റി എന്ന് പറയുന്ന ആൾ തികച്ചും അസാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ തേവൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ലാത്ത തേവൻ്റെ ചരിത്രം കൊടുമൻ പോറ്റിക്ക് പറയാൻ പറ്റുന്നു. തേവൻ പറഞ്ഞിട്ടില്ലാത്ത തേവൻ്റെ അമ്മയുടെ പേര് പറയുന്നു. അങ്ങനെ എന്താ പറയുക, ഇയാളുടെ ഇച്ഛാനുസരണം അവിടെ മഴ പെയ്യിക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ തേവനെ കൊണ്ട് തേവൻ്റെ സമയം പണയം വെപ്പിച്ച് ഈ ഒരു പകിട കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പകിട തൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് തൻ്റെ രീതിക്ക് മാറ്റാനെല്ലാം ഈ ഒരു കൊടുമൻ പോറ്റിക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എബിലിറ്റികൾ കൊടുമൻ പോറ്റി കാണിക്കുന്നുണ്ട്. സർവോപരി മന പോലും പൂർണ്ണമായും തൻ്റെ നിയന്ത്രണത്തിലാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ കൊടുമൻ പോറ്റി ചെയ്യുന്നു. അതുപോലെ തന്നെ താൻ കൈ ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്കും അവിടെ നിന്ന് കുക്ക് തെറിച്ചു വന്ന് കയ്യിൽ വീഴുന്നു. പിന്നെ ഇത് മാത്രമല്ല, യക്ഷിയെ ചുടലഭസ്മം പൂശി ആവാഹിച്ച് വരുത്തി ധൃതരാഷ്ട്രാലിംഗനം പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു ദേവനെന്ന് പറയുന്ന വ്യക്തി കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്ന് ആരാണ് കൊടുമൻ പോറ്റി എന്നറിയാനൊരു ശ്രമം നടത്തുന്നു. ഈ ഒരു കുക്ക് സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രം അർജുൻ അശോകൻ്റെ കഥാപാത്രമായ ദേവനോട് പറയുന്നു, കൊടുമൻ പോറ്റി ആരാണെന്ന് അറിയണമെങ്കിൽ അയാളുടെ പൂർവികനായിട്ടുള്ള ചുടലൻ പോറ്റിയെക്കുറിച്ചറിയണം. ചുടലൻ പോറ്റി ഒരിക്കൽ അതിശക്തമായിട്ടുള്ള അഥർവപ്രയോഗം നടത്തി വരാഹിയെ പ്രത്യക്ഷപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. വരാഹി എന്ന് പറയുന്നത് സപ്തമാതൃക്കളിൽ ഒരാളാണ്, 7 ദേവിമാരിൽ ഒരാൾ. പിന്നെ അത് മാത്രമല്ല, വരാഹിയെക്കുറിച്ചൊന്ന് വായിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും രാത്രി കാലങ്ങളിൽ വരാഹിക്ക് പൂജകൾ ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ചില സെക്റ്റുകളിലുള്ള പൂജകൾ ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ തന്ത്രക്രിയകൾ ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അഥർവപ്രയോഗം നടത്തി വരാഹിയെ പ്രത്യക്ഷപ്പെടുത്തി. വരാഹി ആ സമയത്ത് ചുടലൻ പോറ്റിക്ക് ഒരു ചെപ്പ് കൊടുക്കുകയാണ്, ഒരു പെട്ടി. ആ പെട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നത് നമുക്കറിയാം, സിനിമയിൽ കണ്ടതാണ്, ഒരു ചാത്തനാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ചാത്തനെ വരാഹി പോറ്റിക്ക് കൊടുത്തെന്തിനെന്ന് വെച്ചാൽ പോറ്റിയുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാനായിട്ടുള്ള ഒരാളായിട്ടാണ്. അപ്പോൾ ചാത്തനെ അത്രത്തോളം ഒരു റെസ്പെക്റ്റ് ചാത്തന് കൊടുക്കണം എന്നൊരു ഒരു ശ്രുതി അതിൽ വരുന്നുണ്ട്. പക്ഷേ ചാത്തനെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചുടലൻ പോറ്റി ചാത്തനെ ഒരു അടിമയെ പോലെ വെച്ച് ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ചാത്തൻ ചുടലൻ പോറ്റിയുടെ ആത്മാവിനെ വലിച്ചെടുത്ത് ചുടലൻ പോറ്റിയെ കൊന്നും കളഞ്ഞു. അതുപോലെ
ഈ ഒരു പോറ്റി പരമ്പരയിലുള്ള എല്ലാവരും തീർക്കുകയും ചെയ്തു. അവസാനം ശേഷിക്കുന്ന ഒരാളാണ് കൊടുമൻ പോറ്റി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇൻ്റർവെല്ലിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് യഥാർത്ഥ കൊടുമൻ പോറ്റി അദ്ദേഹമാണ് ആ മേളിൽ കിടക്കുന്ന ആൾ. അതായത് മച്ചിൻ്റെ മുകളിൽ ചാത്തന ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, യഥാർത്ഥത്തിൽ ചാത്തന ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഇട്ടിരുന്നത് യഥാർത്ഥ കൊടുമൻ പോറ്റിയായിരുന്നു, യഥാർത്ഥ മമ്മൂക്കയായിരുന്നു. ഇവിടെ കൊടുമൻ പോറ്റിയായിട്ട് വേഷം കെട്ടി നിൽക്കുന്നത് ചാത്തനാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു കഥ പോകുന്ന ഒരു രീതി അല്ലേ. ഇനി നമുക്കിതിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. സത്യം പറഞ്ഞാൽ ചാത്തനെന്നും പറഞ്ഞ് മച്ചിൻ്റെ മുകളിൽ ചങ്ങല കിട്ടിരുന്നത് യഥാർത്ഥ കൊടുമൻ പോറ്റിയായിരുന്നെന്നും കൊടുമൻ പോറ്റിയായി വേഷം കെട്ടി താഴെ ഉണ്ടായിരുന്നത് ചാത്തനായിരുന്നുവെന്നും നമുക്ക് നേരത്തെ മനസ്സിലാക്കിച്ചു തരുന്ന ഒരു സീൻ ഈ സിനിമയിലുണ്ടായിരുന്നു, ഭക്ഷണത്തിലൂടെ. അതായത് ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് കൊടുമൻ പോറ്റിക്ക് കൊണ്ടുകൊടുത്തിരുന്ന ഭക്ഷണം എന്താണ്? ആ ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും കോഴിയും കള്ളുമായിരുന്നു. നമ്മൾ പല കഥകളിൽ കേട്ടിട്ടുണ്ട് ചാത്തൻ സേവയിൽ കോഴിയും കള്ളും കൊടുക്കാറുണ്ടെന്ന്, ഇല്ലേ? പല കഥകളിലും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഡയറക്റ്റ് റെഫറൻസ് ഈ കോഴിയും കള്ളുമാണ് കൊടുത്തത്. പിന്നെ അത് മാത്രമല്ല, മമ്മൂക്ക് അത് കടിച്ച് തിന്നുന്നത് കണ്ട ഒരു മനുഷ്യൻ കടിച്ച് തിന്നുന്നത് പോലെയല്ല എന്ന് നമുക്ക് തോന്നും. അത് ഒരു വേറെന്തോ ആണെന്ന് അപ്പം തന്നെ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്നാൽ മച്ചിൻ്റെ മുകളിൽ ചാത്തന ചങ്ങലക്കിട്ടിട്ടുണ്ട്. ആ ചങ്ങലക്കിട്ടേക്കുന്ന ചാത്തന് ഭക്ഷണം കൊടുക്കാനായിട്ട് സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രം പോകുമ്പോൾ അവിടെ കൊണ്ട് കൊടുക്കുന്ന ഭക്ഷണം കഞ്ഞിയാണ്. സത്യം പറഞ്ഞാൽ പോറ്റിക്കല്ലേ കഞ്ഞി കൊടുക്കേണ്ടേ? ഈ കഞ്ഞി നേരെ കൊണ്ട് കൊടുത്തത് ചാത്തനെന്നും പറഞ്ഞ് മുകളിലിട്ടേക്കുന്ന പോറ്റിക്കാണ്. ഈ കഞ്ഞിയുടെ കാര്യം ഒന്നുകൂടെ നമ്മുടെ ശ്രദ്ധയിൽ വരുത്താനായിട്ട് മറ്റൊരു സീനും കൂടെ ഈ ഒരു സിനിമയിലുണ്ട്. നമ്മുടെ അർജുൻ അശോകൻ്റെ കഥാപാത്രം തേവൻ പേടിച്ച് ഈ ഒരു മച്ചിൻ്റെ മുകളിൽ കയറി പോകുമ്പോഴത്തേക്കും ഈ കഞ്ഞി ചവിട്ടി തെറിപ്പിക്കുന്ന തട്ടിച്ചെരിക്കുന്നൊരു സീനുണ്ട്. അവിടെ നമുക്ക് കാണിച്ചു തരികയാണ് കഞ്ഞിയാണ്. അപ്പം ഈ ഒരു ബിഗ് സർപ്രൈസ് വരുന്നതിന് മുൻപ് തന്നെ ഭയങ്കര ബുദ്ധിപരമായി സിനിമയുടെ ഡയറക്ടർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ താഴെ നിൽക്കുന്നതാണ് ചാത്തൻ, മുകളിൽ നിൽക്കുന്നത് ചാത്തനല്ല, യഥാർത്ഥ കൊടുമൻ പോറ്റിയാണെന്ന്. സത്യം പറഞ്ഞാൽ ആ കൊടുമൻ പോറ്റി മരിച്ചിട്ട് ആ പോറ്റിക്ക് കുഴിയെടുക്കുന്ന സീനാണ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രം പറയുന്നത് ആ കുഴിയെടുത്തേക്കുന്നത് മുകളിൽ മരിച്ചു കിടക്കുന്ന കൊടുമൻ പോറ്റിക്കാണ്. കൊടുമൻ പോറ്റിയുടെ അധികാരം, ആ അധികാരം എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ ദ്രോഹിച്ചു കൊണ്ടിരുന്ന മനുഷ്യരെ തൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരുടെ മുന്നിലൊരു ദൈവമായി ചമഞ്ഞ് അവരെ ഭരിച്ച് അധികാരത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാനായിട്ട് ചാത്തൻ വേഷം മാറി നടക്കുന്നതാണ് കൊടുമൻ പോറ്റിയായിട്ട്. സൂക്ഷിച്ചു നോക്കിയാൽ മതി അത് ചാത്തനാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന്. നമ്മൾ സിനിമയുടെ ആദ്യം മുതലൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഈ ഒരു ട്വിസ്റ്റിന് ശേഷം സിനിമയുടെ ആദ്യം തൊട്ട് ഓർത്ത് നോക്കിയാൽ മമ്മൂക്ക എന്ന മഹാനടൻ എത്ര മനോഹരമായിട്ട്, എത്ര സട്ടിലായിട്ടാണ് ഒരു ചാത്തനെ പോലെ അല്ലെങ്കിൽ മറ്റൊരു മിത്തിക്കൽ ക്രീച്ചറിനെ പോലെ ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. സിനിമയുടെ തുടക്കത്തിൽ വന്നിരുന്ന് മുറുക്കാൻ ചവയ്ക്കുന്ന സ്റ്റൈലിൽ പോലും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതൊരു അമാനുഷികനായിട്ടുള്ള വ്യക്തിയാണെന്ന്. കാരണം സാധാരണ മനുഷ്യർ ചവയ്ക്കുന്ന കണക്കൊന്നുമല്ല പുള്ളി ഇരുന്ന് ചവയ്ക്കുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തേവൻ വന്നിട്ട് തേവനെ കൂടെ കൂട്ടി സത്യം പറഞ്ഞാൽ പാട്ട് കേട്ടോണ്ടിരിക്കാനൊന്നുമല്ല, ഭരിച്ച് 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 തേവനെ അടിമയാക്കി ദൈവവിശ്വാസം കളഞ്ഞ് തേവൻ്റെ ഓർമ്മ നശിപ്പിച്ച് അവസാനം തേവനെ കൊന്നുകളയുക. ഭരിച്ച് ആളുകളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ തോന്നുന്ന, മറ്റുള്ളവരുടെ ഇമോഷൻസിനൊന്നും ഒരു റെസ്പെക്റ്റും കൊടുക്കാത്ത സ്വാർത്ഥരായിട്ടുള്ള ചില മനുഷ്യരുണ്ടല്ലോ, അതേപോലത്തെ ബിഹേവിയറാണ് ചാത്തൻ ആ സമയത്ത് എക്സിബിറ്റ് ചെയ്തത്. കാരണം ചാത്തനെ സംബന്ധിച്ചിടത്തോളം ദേവി ചാത്തനെ കൊടുത്ത എന്തിനാണ്? ചാത്തനെ ഒരു എന്തും സാധിച്ചു കൊടുക്കുന്ന ഒരാളെപ്പോലെ കാണണം എന്നും പറഞ്ഞാണ് ദേവി ചാത്തനെ പോറ്റിക്ക് കൊടുത്തത്. പക്ഷേ പോറ്റി എന്താണ് ചെയ്തത്? ചാത്തനെ അടിമയാക്കി. അപ്പം അതിൻ്റെ പ്രതികാരം ചാത്തന് ദൈവത്തിനോടും ഉണ്ട്, ഈ ഒരു പോറ്റി പരമ്പരയോടും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പല സന്ദർഭങ്ങളിലും ചാത്തൻ ഒരു ദൈവമായിട്ട് വേഷം കിട്ടുന്നതും അതുപോലെ മാടമ്പിയായിട്ട് വേഷം കിട്ടുന്നതുമല്ല. കൊടുമൻ പോറ്റി പിന്നീട് തേവൻ ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നത് ഒരു കരുണയോടുകൂടി നോക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് ആദ്യം തോന്നുകയുള്ളൂ. എന്നാൽ ചാത്തനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോൾ ആ ചിരിയും മട്ടും ഭാവവും നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാം. താൻ ഔദാര്യം കണക്ക് കൊടുക്കുന്ന ഭക്ഷണം തിന്നുന്ന മനുഷ്യനെ കണ്ട് ആസ്വദിക്കുന്നു കൊടുമൻ പോറ്റി, അല്ലെങ്കിൽ ആ ഒരു ചാത്തൻ. അങ്ങനെ വേണേൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. കാരണം അങ്ങനത്തെ എക്സ്പ്രഷൻസാണ് ആ സമയത്ത് മമ്മൂക്കയുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ ദൈവത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ കൊടുമൻ പോറ്റി എന്തുകൊണ്ടാണ് പ്രതിഷേധം കാണിച്ചതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം വരാഹി എന്ന് പറയുന്ന ദേവി തന്നെ ബഹുമാനിച്ച് തന്നോട് ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനായിട്ടാണ് ഈ ഒരു ചാത്തനെ, ഈ ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ്ങിനെ മനുഷ്യർക്ക് കൊടുത്തത്. പക്ഷേ ഇയാളൊരു അടിമയാകപ്പെടുന്നു. അപ്പം അടിമയാകാനായിട്ടുള്ള അവസരം ഉണ്ടാക്കിയത് ദൈവമായതുകൊണ്ട് ആ ദൈവത്തിനോടുള്ള അമർഷം കൊടുമൻ പോറ്റിയുടെ വേഷത്തിലിരിക്കുന്ന ചാത്തൻ പല സമയങ്ങളിലും കാണിക്കുന്നുണ്ട്. ഇവിടെ താമസിക്കുന്നത് ഒരു ചാത്തനായിരിക്കുമെന്ന് 100% നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആ വീടിൻ്റെ ആംബിയൻസ് നോക്കി, ഏതെങ്കിലും ഒരു മല,
ഏതെങ്കിലും ഒരു കൊട്ടാരം ഇങ്ങനെ വൃത്തികെട്ട രീതിക്ക് കിടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ടോ? അത്രത്തോളം അരോചകമായിട്ടുള്ള രീതിക്കാണ്. അതായത് സിദ്ധാർത്ഥ് ഭരതൻ നിൽക്കുന്ന സ്ഥലത്ത് തുപ്പുന്നു, കുടുംബൻ പറ്റി അത് തന്നെ നിൽക്കുന്ന സ്ഥലത്ത് തുപ്പുന്നു, യാതൊരുവിധ വൃത്തിയും മെനയും ഇല്ലാതെ ഇരിക്കുന്ന സ്ഥലം മാത്രം വൃത്തി, ബാക്കിയുള്ള സ്ഥലങ്ങൾ അത്രയും ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നു. അപ്പോൾ അവിടെ ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ്ങിന് മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ, മനുഷ്യരായിട്ടുള്ള ആർക്കും അവിടെ താമസിക്കാൻ കഴിയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാത്തൻ, കുടുംബൻ പോറ്റിയായി വേഷം മാറി നിൽക്കുന്ന ചാത്തൻ പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്, കുശിനിക്കാരൻ പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് പല ആളുകൾക്കും ഭ്രാന്തായിട്ടുണ്ട്. അവസാനം അവരെ എനിക്ക് തന്നെ കൊല്ലേണ്ടി വന്നു. അതായത് ദൈവം ഒരു മനുഷ്യന് മോക്ഷം കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് കുടുംബൻ പോറ്റി, അതായത് ഈ ചാത്തൻ പറയുന്നത്. അവിടെ താൻ ദൈവമാണ് എന്ന് അഭിനയിക്കുകയാണ് ഇയാൾ. ആ ഒരു അധികാരത്തിൻ്റെ പവർ അയാൾ ആ സമയത്ത് എൻജോയ് ചെയ്യുകയാണ്. ആ സീനുകളിൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത് ആലോചിക്കുമ്പോൾ. പിന്നീട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഭക്ഷണം കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു അർജുൻ അശോകൻ്റെ കഥാപാത്രമായ ദേവനോട് പറയുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? നമുക്കിങ്ങനെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. കുടുംബൻ പോറ്റി, അതായത് ചാത്തൻ, തൻ്റെ ഇരകൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നത് താൻ കൊടുക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, പേടിച്ച് ഈ മനയിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്ന ദേവൻ ആദ്യം വേദനിച്ച് പിടിക്കുന്നത് തൻ്റെ വയറ്റിലാണ്. ഭക്ഷണം പോകുന്ന സ്ഥലം വയർ. ആ വയറ്റ് പിടിച്ചിട്ട് ദേവൻ രക്തം ഇങ്ങനെ ഛർദ്ദിക്കുകയാണ്. അപ്പോൾ എന്തോ ദേവനെ വയറ്റിൽ നിന്ന് പിറക്കോട്ട് വലിക്കുന്നത് പോലെ അതിമനോഹരമായിട്ട് അർജുൻ അശോകൻ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. അർജുൻ അശോകൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. അദ്ദേഹം മനയുടെ അകത്ത് തിരിച്ചു കയറി പോകുമ്പോഴത്തേക്കും ഇയാൾ രക്തം തുപ്പിയത് നിർത്തുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ദേവൻ പെട്ടെന്ന് പ്രായമാകുന്നുണ്ട്. ഈ പ്രായമാകുന്നത് എങ്ങനെയാണെന്നറിയോ? ദേവൻ്റെ സമയം പണയം വെച്ചേക്കാണ് ചാത്തനുമായിട്ട്. പല വെസ്റ്റേൺ സിനിമകളിൽ നമ്മൾ കേട്ടിട്ടില്ലേ, ഡെവിളുമായിട്ടൊരു കോൺട്രാക്റ്റ് ഒപ്പുവെച്ചു, ഡെവിളിന് തൻ്റെ ആത്മാവിനെ സെല്ല് ചെയ്തു, അങ്ങനെയൊക്കെ പറയുന്നത് പോലെ തൻ്റെ ജീവിതത്തിൻ്റെ സമയം കൊടുത്തേക്കുകയാണ്, പണയം വെച്ചേക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചപ്പോഴത്തേക്കും അത്രയും നേരം തൻ്റെ ആത്മാവിൻ്റെ നല്ലൊരു ഭാഗം ചാത്തൻ വലിച്ചെടുത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ദേവനെന്ന് പറയുന്ന അർജുൻ അശോകൻ്റെ കഥാപാത്രത്തിന് പ്രായമായത്. എന്നാൽ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ കൊടുമ്പൻ പോറ്റിയല്ല അത് ചാത്തനാണെന്നുള്ള ട്വിസ്റ്റ് ദേവൻ അറിയുന്നത്. ഈ ചാത്തൻ്റെ എബിലിറ്റി നശിപ്പിക്കാനായിട്ട് നിലവറയിൽ കത്തിച്ച് വെച്ചേക്കുന്ന കെടാവിളക്ക് അണയ്ക്കണം. ആ കെടാവിളക്ക് അത് തുറക്കാനായിട്ടുള്ള കീ വന്നിട്ട് ചാത്തൻ്റെ കയ്യിലാണ്. അത് മനസ്സിലാക്കാനായിട്ടുള്ള ചില ടെക്നിക്കുകളെല്ലാം ദേവൻ പ്രയോഗിക്കുന്നുണ്ട്. സക്സസ്ഫുള്ളായിട്ട് ദേവൻ അത് എക്സിക്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്, കുറച്ച് ചത്തു എന്നുള്ളൊരവസ്ഥയിൽ എത്തിയിട്ടാണെങ്കിൽ പോലും. ഇവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യവും കൂടെ എടുത്തു പറയേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ വളരെ പ്രത്യേകതയുള്ള ഒരു സീൻ ഉണ്ട്. അതായത് ഈ ഇൻ്റർവെല്ലിന് ശേഷം ശ്രദ്ധിച്ചു നോക്കിയാൽ മതി അത് ചാത്തനാണെന്ന് മനസ്സിലാകുമെന്ന്. മമ്മൂക്ക ചില സമയത്ത് മുഖം വയ്ക്കുന്ന സീനൊക്കെ കാണുമ്പോഴത്തേക്കും അതൊരു മനുഷ്യൻ വയ്ക്കുന്ന കണക്കല്ല, ഏതോ ഒരു സത്വം, ഏതോ ഒരു ജീവി ഇങ്ങനെ മുഖം വയ്ക്കുന്നത് പോലെ തോന്നും. ഉദാഹരണത്തിന് നോർമൽ ചില സിനിമകളിൽ മമ്മൂക്ക ഇങ്ങനെ കഴിക്കുന്നത് കാണുമ്പോഴത്തേക്കും, നമ്മുടെ ജഗതി ചേട്ടൻ കഴിക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് പോയി വല്ലതും കഴിക്കാൻ കൊതി തോന്നാറുണ്ട്. അത്ര മനോഹരമായിട്ടാണ് അവരത് അഭിനയിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ മമ്മൂക്ക ഇറച്ചിക്കാല് കടിച്ചു പറിക്കുന്ന സീനുണ്ടല്ലോ, അത് കണ്ടാൽ നമ്മൾ പേടിച്ചു. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു മനുഷ്യൻ കഴിക്കുന്ന കണക്കല്ല. മൃഗശാലയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഈ സിംഹമൊക്കെ ഇങ്ങനെ കടിക്കൂലേ, ഏകദേശം അതേപോലെ ഒരു സൈഡ് ചേർത്ത് ഇങ്ങനെ കടിച്ചാണ് മമ്മൂക്ക ഒരു ഇറച്ചി കഷ്ണം കഴിക്കുന്നതായിട്ട് കാണിച്ചേക്കുന്നത്. അതിമനോഹരമായിട്ട് അദ്ദേഹം അത് എക്സിക്യൂട്ട് ചെയ്തു. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊരു സാധാരണ മനുഷ്യൻ കഴിക്കുന്ന രീതിയല്ല എന്ന്. പിന്നെ എപ്പോഴും നല്ല പോലെ തണ്ണിയാണ് പുള്ളിക്കാരൻ, അതും ഇതിൽ കാണിക്കുന്നുണ്ട്. എന്താ, സ്വന്തമായിട്ട് പത്തായപ്പുരയിൽ വെച്ച് വാറ്റിയെടുക്കുന്ന സാധനമൊക്കെയാണ് കേട്ടോ കുടിക്കുന്നത്, സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ചാത്തൻ്റെ ഇവിടുത്തെ ശക്തി എങ്ങനെയെന്ന് വെച്ചാൽ, ഇത്ര ഏരിയ, ഈ ഒരു മതിലിൻ്റെ ഉള്ളിൽ, ഈ മനയുടെ ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് ചാത്തന് തീരുമാനിക്കാം. ചാത്തൻ മഴ പോലും പെയ്യിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ ചാത്തന് ദേഷ്യം വരുന്ന സമയങ്ങളിൽ മന കടന്ന് കുലുങ്ങാറുണ്ട്. അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് ചാത്തൻ ദേഷ്യപ്പെടുന്ന സമയങ്ങളിലും ശബ്ദം റൈസ് ചെയ്യുന്ന സമയങ്ങളിലുമെല്ലാം ഈ ശബ്ദത്തിനനുസരിച്ച് തന്നെ ഇടിമുഴക്കവും വരാറുണ്ട്. ശ്രദ്ധിച്ചാൽ മതി. അത് കാണിക്കുന്നത് ചാത്തന് മനയുടെ മുകളിലും അതിൻ്റെ ആംബിയൻസിലുമുള്ള കൺട്രോൾ പല സമയങ്ങളിൽ കാണികൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സീനാണ് അതൊക്കെ. അങ്ങനെ തമ്മിൽ പരസ്പരം ഉണ്ടായിരുന്ന വിദ്വേഷങ്ങളും സൗന്ദര്യ പിണക്കങ്ങളും സ്വരച്ചേർച്ചകളും എല്ലാം മറന്ന് ദേവനും ഈ ഒരു സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രമായിട്ടുള്ള കുക്കും കൂടെ ഒരുമിച്ച് ഈ വിളക്കണച്ച് ചാത്തനെ കീഴ്പ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. എന്നാൽ ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രത്തിന് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത രീതിക്കുള്ളൊരു കണക്ഷൻ ഈ ഒരു മനയുമായിട്ടുണ്ട്. ഒരു പക്ഷേ ആ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം സിനിമയുടെ പല പോർഷൻസിലും ഈ ഒരു ദേവനെന്ന് പറയുന്ന പാണനോട് സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രമായിട്ടുള്ള ഈ കുശിനിക്കാരൻ ഉച്ചനീചത്വം വെച്ച് സംസാരിക്കുന്ന പല സീനുകളും നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ ഈ ചിന്ത നേരത്തെ ഇയാളുടെ മനസ്സിൽ കിടന്നതുകൊണ്ടായിരിക്കണം ആ ഒരു സംഭവങ്ങൾ ഇയാൾ പല സമയങ്ങളിലായി സംസാരിച്ചത്. എന്നാൽ
ആ സന്ദർഭത്തിൽ ചാത്തനെന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക അധികാരമോഹിയായിട്ടുള്ള ആളെ തൻ്റെ സമാധാനത്തിന് വേണ്ടി, തങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഒഴിവാക്കാനായിട്ട് ഒരുമിച്ച് ശക്തമായി അവർ നിൽക്കുന്നുണ്ട്. ഒരുമിച്ച് ശക്തമായിട്ട് നിന്നുവെന്ന് മാത്രമല്ല, ഇവരെ എന്താ പറയുക വളരെ എഫക്റ്റീവായിട്ട് തന്നെ കൊടുമൻ പോറ്റിയുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ വേഷത്തിൽ നിന്ന് ചാത്തനെ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ഈ സന്ദർഭങ്ങളിൽ ചാത്തൻ ചില മാന്ത്രിക പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സമയങ്ങളിൽ ചാത്തൻ ഈ പറയുന്ന കുശലിക്കാരനെ ശപിക്കുന്നുണ്ട്, നീ ഇടുത്തി വീണു ചാവുമെന്ന്. ലാസ്റ്റ് വെടികൊണ്ടാണ് ഇയാൾ വീഴുന്നത്. ആ വെടികൊണ്ട് വീഴുന്ന സമയത്ത് ഇടുത്തി എന്ന് പറയുന്നത് ചാത്തൻ്റെ ആ ശാപമാണ്. ആ വെടി വിൽക്കുന്നതോ ഒരു യൂറോപ്യൻ. ഈ യൂറോപ്യൻസും മമ്മൂട്ടിയുടെ ദേഹത്ത് നിന്നിരുന്ന ചാത്തനുമായിട്ടൊരു കണക്ഷനുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ചരിത്രവുമായിട്ടൊരു കണക്ഷൻ, ഒരു സിമിലാരിറ്റി ഈ കഥയ്ക്കുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, ചാത്തനെ കീഴ്പ്പെടുത്തി. ചാത്തൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇവിടെ വന്നത്? ഈ പോറ്റിയുടെ കുടുംബത്തിന് വേണ്ടി ട്രാൻസാക്ഷൻസ് ചെയ്യാനാണ് ചാത്തൻ വന്നത്. കച്ചവടം, അതായത് അതെനിക്ക് വേണം എന്ന് പറയുമ്പോൾ ചാത്തൻ അത് സാധിച്ചു കൊടുക്കും, ഇതെനിക്ക് വേണം എന്ന് പറയുമ്പോൾ ചാത്തൻ അത് സാധിച്ചു കൊടുക്കും. അതിനു വേണ്ടിയിട്ടാണ് ചാത്തൻ വന്നത്. എന്നാൽ ആ സമയത്ത് സർവാധിപത്യം, എനിക്ക് മുകളിൽ നിൽക്കണം എന്ന ചുടലൻ പോറ്റിയുടെ അത്യാഗ്രഹം കാരണം ചാത്തനെ അടിമയാക്കാൻ ശ്രമിച്ചു. അതായത് നിർത്തേണ്ട നിലയ്ക്ക് ചാത്തനെ നിർത്തിയില്ല. അതുകൊണ്ട് തന്നെ അവസരം കണ്ട ചാത്തൻ സർവാധിപത്യം ഈ പോറ്റിയുടെ മേലിൽ കൊണ്ടുവരാനും പോറ്റിയുടെ കുടുംബത്തിന് മേൽ കൊണ്ടുവരാനും ശ്രമിച്ചു. എങ്ങനെയെന്ന് വെച്ചാൽ, പണ്ട് ഏലവും കുരുമുളകും കച്ചവടം ചെയ്യാനായിട്ട് ഇവിടുന്ന് യൂറോപ്പിൽ നിന്ന് കുറേമാർ കെട്ടിയെടുത്തിട്ടുണ്ടല്ലോ, അവനെയൊക്കെ നിർത്തേണ്ട നിലയ്ക്ക് നമ്മൾ നിർത്താതിരുന്നത് കൊണ്ടും നമ്മുടെ ഉച്ചനീചത്വം, ഞാൻ മേളിൽ നീ എനിക്ക് കീഴേ, ഈ ഫൈറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവന്മാർ മുതലെടുത്ത് ഏകദേശം 200 വർഷത്തോളം നമ്മളെ അടക്കി ഭരിച്ച് നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയിട്ടാണ് അവനൊക്കെ ഇവിടെ നിന്ന് പോയത്. ഇതേ സെയിം പരിപാടിയല്ലേ ചാത്തനും കാണിച്ചത്? ചാത്തൻ ഇതേ സെയിം പരിപാടിയല്ലേ ഇവിടെ കാണിച്ചേക്കുന്നത്? അവിടെ ഏലവും കുരുമുളകും കച്ചവടം ചെയ്യാനായിട്ട് അവന്മാർ വന്നു. ഇവിടെ ചാത്തനെ വരാഹിദേവി കൊടുത്തതിനാണ് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട്. സിമിലർ ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ തന്നെ നമുക്ക് പറയാം, അല്ലേ? പക്ഷേ ചാത്തനെ നിർത്തേണ്ട നിലയ്ക്ക് നിർത്തിയില്ല. അവിടെ അവന്മാരെ, ബ്രിട്ടീഷുകാരന്മാരെ നമ്മുടെ രാജ്യത്തിൽ വന്നവന്മാരാണെന്ന ധാരണയിൽ നോക്കി അവന്മാരെ നിർത്തേണ്ട രീതിക്ക് നിർത്താത്തത് കൊണ്ട് അവന്മാർ നമ്മുടെ കടലിൽ കയറിയിരുന്നു. ഏകദേശം അതേ പരിപാടിയാണ് ചാത്തനും കാണിച്ചത്. കുറച്ചുകൂടെ മനസ്സിലാവാനായിട്ട് ഒരു കാര്യം പറയാം. ഇതിൻ്റെ അവസാനം ചാത്തനെ ഈ എന്താ പറയുക കൊടുമൻ പോറ്റിയുടെ ദേഹത്തു നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് ഈ വരാഹിച്ചെല്ലത്തിൻ്റെ അകത്ത് ആവാഹിക്കുന്നതിന് മുൻപ് സിദ്ധാർത്ഥ് ഭരതൻ തൻ്റെ എന്താ പറയുക തൻ്റെ റൈറ്റ് എന്നാണ് പറയുന്നത്, ഈ ചാത്തിന് മേൽ ആധിപത്യം കൊണ്ടുവരുന്ന ആ മോതിരം സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രം ഇടാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേക്കും തേവൻ വന്നിട്ട് പറഞ്ഞു, ഈ മോതിരം നമുക്ക് വേണ്ട, ഈ മോതിരം നീ എടുത്ത് അണിഞ്ഞാൽ നിനക്കും അധികാരത്തിൻ്റെ ആ ഒരു വിഷം ആരും മത്ത് പിടിക്കും, നിനക്കാരും മത്ത് പിടിച്ചാൽ എന്നെപ്പോലത്തെ സാധാരണക്കാർ അത് അനുഭവിച്ച് നരകിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഇവർ തമ്മിലൊരു ഫൈറ്റ്. സംഭവം ശരിയാണേ, അധികാരമോഹമാണ് മിക്കപ്പോഴും ആളുകളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതും അത് കാരണമാണ് സാധാരണക്കാർ കിടന്ന് അനുഭവിക്കുന്നതും. അതവിടെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ സംഭവിച്ച കാര്യം, കേരള ഹിസ്റ്ററിയിൽ സംഭവിച്ച കാര്യം ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സീനിൽ അതിമനോഹരമായി പാരലായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, തേവനും അതുപോലെ തന്നെ ഈ പറയുന്ന കുശിനിക്കാരൻ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രവും കൂടെ തമ്മി ഫൈറ്റ് ചെയ്യുന്നു. തനിക്ക് അധികാരപ്പെട്ടത് ഞാൻ നിനക്ക് മുകളിലാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കണം. തേവനെന്ന് പറയുന്നത് ഇത് നീ എടുത്തിട്ടാൽ നമുക്കൊരു സമാധാനവും കാണത്തില്ലെന്ന് പറഞ്ഞ് ഫൈറ്റ്. അങ്ങോട്ട് തല്ല് ഇങ്ങോട്ട് തല്ല്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്, ചാത്തൻ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചൊരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏകദേശം ഇത് തന്നെയാണ് ഇവിടെ വന്ന യൂറോപ്യൻസ് ചെയ്തുകൊണ്ടിരുന്നതും. മതത്തിൻ്റെയും ജാതിയുടെയും വിഷം കുത്തിവെച്ച് ആളുകളെ തമ്മി തല്ലിക്കുക, ഓൾറെഡി ഉണ്ടായിരുന്ന വഴക്കുകളെ കൂടുതൽ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുക, എന്നിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന ഗ്യാപ്പിൽ കയറി ഇടങ്ങുവലിട്ട് ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന പരിപാടി ചെയ്യുക. അതാണ് ഈ ബ്രിട്ടീഷുകാരും യൂറോപ്യൻസും അത്രയും കാണിച്ചിട്ടുള്ളത്. അവന്മാരുടെ മെയിൻ പരിപാടി ഡിവൈഡ് ആൻഡ് കോൺകർ ആയിരുന്നു. നമ്മൾ ഹിസ്റ്ററി ടെസ്റ്റ് എടുത്ത് വെച്ച് വായിക്കുമ്പോഴത്തേക്കും ഒരു തവണയെങ്കിലും ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന വാക്ക് നമ്മൾ വായിച്ചിട്ടുണ്ടാവും, അല്ലേ? ഏകദേശം ഈ നിമിഷം വരെ ചാത്തൻ അവിടെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് യൂറോപ്യൻസാണ്. അല്ലെങ്കിൽ എന്തിന് ഈ സിനിമയുടെ അവസാനം യൂറോപ്യൻസിനെ കൊണ്ടുവരണം? യൂറോപ്യൻസ് വന്നിട്ട് ഫയർ ചെയ്യുന്ന ആ ഒരു ബുള്ളറ്റിനെ എന്തിന് സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രം നമ്മുടെ ചാത്തൻ കുടിയിരുന്ന മമ്മൂക്കയുടെ കഥാപാത്രമായ കൊടുമൻ പോറ്റി പറഞ്ഞ ഇടുത്തിയുമായിട്ട് കമ്പയർ ചെയ്യണം? അതേ പരിപാടി തന്നെയാണ് ഈ ഒരു യൂറോപ്യൻസും ചെയ്തത്, അല്ലേ? ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, ആ സിനിമയുടെ ക്ലൈമാക്സിനും സിനിമയുടെ അവസാനം ഈ യൂറോപ്യൻസിനെ കൊണ്ടുവന്നതിൻ്റെയും കാരണം എന്തെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും വെച്ച് പഴക്കം വന്ന ഒരു ഡയലോഗ് പറയാൻ തോന്നും. അതായത് ഇത് ഡയറക്ടർക്ക് അറിയാവോ എന്തോ, ഇത് എഴുത്തുകാരൻ അറിയാവോ എന്തോ. ഇത് എൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ്, എനിക്ക് മനസ്സിലാക്കിയത്, ഞാൻ ഈ സിനിമ ആസ്വദിച്ചത് എങ്ങനെ, അതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
അപ്പോൾ അത് വളരെ മനോഹരമായിട്ടാണ് അവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. ആ ഒരു കഥ അത്ര മനോഹരമായിട്ട് കാണിച്ചേക്കുന്നു. എന്നാൽ ഇവിടെ മന തകർന്നതിന് ശേഷം സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രം പുറത്തു പോകുമ്പോൾ തേവനെ കാണുന്നു. തേവനുമായിട്ട് വീണ്ടും അടികൂടുന്നു. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. തേവൻ തൻ്റെ ഇടത്തെ ചെവിയിലിട്ടിരുന്ന കടുക്കൻ വലത്തെ ചെവിയിലേക്ക് ഇട്ടേക്കുന്നു. അപ്പോൾ അത് തേവനല്ല, അത് ചാത്തനാണ്. അതായത് ഒറിജിനൽ തേവൻ അതിൻ്റെ അകത്ത് മരിച്ചു. ചാത്തൻ ഇപ്പോൾ തേവൻ്റെ വേഷം കെട്ടി പുറത്തിറങ്ങിയൊക്കെയാണ്. കാരണം ഈ മന നശിച്ചതോടുകൂടി, ആ വിളക്കണഞ്ഞതോടുകൂടി ചാത്തൻ്റെ ശക്തി ക്ഷയിക്കുക മാത്രമല്ല ചെയ്തത്, ചാത്തനെ ഇത്രയും കാലവും അവിടെ പിടിച്ചു കെട്ടി വെച്ചിരുന്ന ആ ഒരു ബൗണ്ടറി അത് നശിക്കുകയും ചെയ്തു. കാരണം മന തകർന്നല്ലോ, ഇനി ചാത്തന് പുറത്തു വരാം. ചാത്തൻ പുറത്തു വരുമ്പോൾ ചാത്തൻ ആദ്യമായിട്ട് സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. ഇത്രയും കാലവും കാലാകാലം അതിൻ്റെ അകത്ത് കിടന്ന ചാത്തൻ പുറത്തിറങ്ങി സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നമുക്കിങ്ങനെ തോന്നിപ്പോവും, ആ ഒരു പെർട്ടിക്കുലർ സീൻ കളറായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരുന്നേനെന്ന് നമുക്ക് തോന്നും. കാരണം അത്രത്തോളം സ്വാതന്ത്ര്യം ആ ഒരു ചാത്തൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ നിമിഷം മുതൽ ചാത്തൻ ഇവിടെ കാണിക്കുന്നത്, അതായത് ഈ കുക്കുണ്ടല്ലോ, സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രം ഇടുത്തി, അതായത് വെടികൊണ്ട് വീഴുന്ന സമയത്തിന് ശേഷം മുതൽ നമ്മുടെ അർജുൻ അശോകൻ്റെ കഥാപാത്രത്തിൻ്റെ ദേഹത്ത് കയറിയേക്കുന്ന ചാത്തൻ, അല്ലെങ്കിൽ അർജുൻ അശോകൻ്റെ കഥാപാത്രമായി വേഷം മാറിയേക്കുന്ന ചാത്തൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സാധാരണക്കാരെയാണ്. കാരണം ഈ അടിമത്വം എന്ന് പറയുന്ന സംഭവത്തെ ബ്രേക്ക് ചെയ്ത ആളുകൾ മുന്നോട്ട് വന്നു തുടങ്ങിയ ഒരു സമയമൊക്കെയാണ് ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ. അതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, തൻ്റെ മുഖമൊക്കെ കഴുകി വൃത്തിയായതിനു ശേഷം ചാത്തൻ അധികാരത്തിൻ്റെ മോതിരം സ്വയം തൻ്റെ കയ്യിലെടുത്തിടുന്നു. അതായത് തനിക്ക് മേൽ അധികാരം ഇനി ഒരുത്തനുമില്ല, അത് തനിക്ക് തന്നെയാണ്. നമ്മൾ ഓരോ മനുഷ്യരെ പോലെയും നമുക്ക് മേൽ അധികാരം പിടിക്കാൻ ഒരുത്തനും വേണ്ട, നമ്മൾ തന്നെയാണ് നമ്മുടെ അധികാരികൾ. ഈ ബ്രിട്ടീഷുകാരും മറ്റ് യൂറോപ്യൻസും ഇവിടെ വന്ന് നമുക്ക് മേൽ അധികാരം വെച്ചിരുന്നു. അവർക്ക് മുമ്പ് രാജാക്കന്മാർ നമുക്ക് മേൽ അധികാരം വെച്ചിരുന്നു. ഈ യൂറോപ്യൻസ് വന്ന് പോയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ജനാധിപത്യം എന്നും പറഞ്ഞൊരു സാധനം ഇവിടെ വന്നത്, അല്ലേ? നമുക്ക് മേൽ അധികാരികൾ നമ്മൾ തന്നെയാണെന്നുള്ള രീതിക്ക് നമുക്ക് വന്നത് ആ സമയത്താണ്. ഏകദേശം അതിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു ഈ മോതിരമിടുന്ന ആ ഒരു സീൻ. അവിടെ നമുക്ക് ആ ഒരു ഫ്രീഡം, ആ ഒരു സിനിമ വിളിച്ചു പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം നമുക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യാനും കഴിയുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ നമ്മൾ കണ്ട ആ ഒരു ഫോക്ക് കഥ എന്നതിലുപരി ഇതിനിങ്ങനെ ഒരു ലെയറും കൂടെ നമുക്ക് വരച്ചെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ പിന്നെ ഒരു കാരണവശാലും ചുമ്മാതെ അവസാനം പെൻസിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതിനിങ്ങനെ ഒരു സിമിലാരിറ്റി കാണണം. എനിക്കിതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിനെക്കാട്ടിയും നല്ല രീതിക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി ഇതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സംപ്രേഷണം ചെയ്ത കാര്യം, അതെന്ന് പറയുമ്പോൾ സത്യം പറയട്ടല്ലോ, ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റിനൊരു ഗുണമുണ്ട്. ഈ രക്തം തെറിക്കുന്നതും മറ്റ് സീനുകളും ഒക്കെ ഉണ്ടല്ലോ, കളറില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. പിന്നെ മറ്റൊരു സീനുണ്ട്, എന്താണെന്നറിയോ, ഈ നമ്മൾ ഹൊറർ ഫിലിം കാണുമ്പോഴത്തേക്കും ആ ഒരു ആംബിയൻസിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഗോർ എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലേ? എങ്കിലേ നമുക്കൊരു അറപ്പൊക്കെ വന്നാൽ മാത്രമേ ആ ഒരു ഫിലിമിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അത് ഏറ്റവും മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ടൊരു സീനിൽ. ഈ മത്തം വെട്ടുന്നൊരു സീനുണ്ട്. ആ മത്തം വെട്ടുന്ന സീനിൽ കളറില്ലാത്തത് കൊണ്ട് ആ സൗണ്ടും കാര്യങ്ങളും വെച്ച് ആ മത്തൻ ക്ലീൻ ആക്കുന്ന ആ ഒരു സാധനം കാണുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും പിറം പെരുക്കും. അതുപോലത്തെ സീനാണത്. അത് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ആർട്ട് ടീമുണ്ടല്ലോ, ആ ആർട്ട് ടീമിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ പറ്റുള്ളൂ. കാരണം അത്രത്തോളം ഗംഭീരമായിട്ടുള്ളൊരു സെറ്റാണ് സിനിമയ്ക്ക് വേണ്ടി ഇട്ടത്. അപ്പോൾ അതാണ്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ഇതാണ് ഡയറക്ടർ പറഞ്ഞൊരു റീസൺ. ഈ സിനിമ കാണുമ്പോൾ ഉണ്ടല്ലോ, കൂടുതൽ നമ്മളെ അതിൻ്റെ ഒരു ഇമ്മേഴ്സീവ് എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുകയാണെങ്കിൽ. സത്യം. കാരണം ഇത് കളറിൽ കണ്ടിരുന്നെങ്കിൽ ഇത്ര എഫക്റ്റ് വരത്തില്ലായിരുന്നു. സിമ്പിൾ ഇത്ര ഒരു കാര്യം ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് കളറിലെടുത്ത് നോക്കുക, എന്നിട്ട് അതിനെ അങ്ങ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി നോക്കി, അതിന് ഉറപ്പായിട്ടും ഒരു മിസ്റ്റിക് എഫക്റ്റ് ആ ഒരു പടത്തിൽ വരും. അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ മ്യൂസിക്, എൻ്റെ പൊന്നെ, മ്യൂസിക്കിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. ആംബിയൻസ് ഇത്രയും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തൊരു സിനിമ ഈ ഇടക്കാലത്ത് വേറൊന്നും ഇറങ്ങിയിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തിയേറ്ററിൽ പോയി കാണണം. OTT വരുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്, തിയേറ്ററിൽ പോയി കണ്ടിരിക്കണം. ഒരു തവണ തിയേറ്ററിൽ പോയി കണ്ട ആളുകളാണെങ്കിൽ ഒന്നുകൂടെ പോകാം. ഞാൻ 2 തവണ പോയി. അപ്പോൾ അത്രയും നല്ലൊരു രീതിക്കാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, പണ്ടത്തെ ഈ പാണൻ്റെ പാട്ടുകളുണ്ടല്ലോ, ആ ഒരു ഈണത്തിൽ ഈ പാട്ട് കൊണ്ടുവരെയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു എക്സ്ട്രാ അഡീഷണൽ എഫക്റ്റുകൾ ഇതിൽ ചേർക്കുന്നുണ്ട്, മോഡേണൈസ്ഡ് ആയിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളെന്ന് പറയുമ്പോഴത്തേക്കും മെഡീവൽ ഇംഗ്ലീഷ് സിനിമകൾ കാണിക്കുമ്പോൾ, നമ്മുടെ വിച്ചർ എന്ന് പറയുന്ന സീരീസ് കണ്ടിട്ടുണ്ടോ? വിച്ചർ എന്ന് പറയുന്ന ഗെയിം, അതിലൊക്കെയുള്ള മ്യൂസിക്കിൻ്റെ ഒരു ബ്ലെൻഡ് ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ സമയം പഴയ കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതുകൊണ്ട് ആ മ്യൂസിക് മോഡേണൈസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് റിലേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതിമനോഹരമായിട്ട് അങ്ങനെ മ്യൂസിക് വെച്ച് ആംബിയൻസ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. അത് മാത്രമല്ല, ഈ ഫിലിമിലെ ഡയറക്ടർ ക്രിസ്റ്റഫർ നോളൻ ചെയ്ത പല കാര്യങ്ങളും അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്.
അതായത് നമുക്ക് സംശയം തോന്നാത്ത രീതിക്ക് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അത് നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം, അതിപ്പോൾ ആരുടെയും ലിബർട്ടിയാണ്, എല്ലാവർക്കും കൊടുക്കാം. പക്ഷേ ഇതിലൊരു റൂം ഇങ്ങനെ കറങ്ങുന്നൊരു സീനുണ്ടല്ലോ, അത് ഇൻസെപ്ഷനിൽ അങ്ങനെ ഒരു സീനുണ്ടല്ലോ, ഇൻസെപ്ഷൻ കണ്ടപ്പോൾ അത് എത്ര എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നിയോ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഈ സിനിമയിൽ എനിക്ക് തോന്നി. കാരണം ആ ഗ്രാവിറ്റി മാറുന്നതിനനുസരിച്ച് സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രം ഇങ്ങനെ വീഴുന്നത് അത് പക്കാ ഒറിജിനലായിട്ട് തോന്നി. ശരിക്കും അത് കിടന്ന് കറങ്ങുന്നു. എന്തിനേറെ പറയണം, ആ പന്തം അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഗ്രാവിറ്റി മാറുന്നതിനനുസരിച്ച് ഈ പന്തത്തിൻ്റെ, അതായത് ഈ ബിൽഡിങ് കറങ്ങുന്നതിനനുസരിച്ച് ഈ പന്തം മാറുന്നത് അത് കാണാൻ പറ്റുന്നുണ്ട്. അത്രത്തോളം നല്ല രീതിക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗംഭീര വർക്കാണ് ആ ചെയ്തിരിക്കുന്നത്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫിലിമായിരുന്നു. ഈ വർഷത്തെ ഇറങ്ങിയ, അതായത് ഈ വർഷവും കഴിഞ്ഞ വർഷവും കൂടെ നോക്കുകയാണെങ്കിൽ ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു ബ്യൂട്ടിയാണ്, മലയാള സിനിമയിലെ ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു ബ്യൂട്ടിയാണ് ഈ ഒരു ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ പോസ്റ്റേഴ്സ് ആണെങ്കിലും സ്റ്റിൽസ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഫ്രെയിം ആണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാം ഗംഭീര ഫിലിം. ഉറപ്പായിട്ടും പോയി കണ്ടിരിക്കണം. അപ്പോൾ ഭ്രമയുഗം എന്ന ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇതല്ലാതെ മറ്റ് എക്സ്പ്ലനേഷൻസ് ഈ സിനിമയുടെ പ്ലോട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ എല്ലാവരെയും പറഞ്ഞു, എല്ലാ ടീമുകളെയും പറഞ്ഞു, ഈ ഒരു സിനിമ, ഈ ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിം എടുക്കാനായിട്ടുള്ള കോൺഫിഡൻസ് കാണിച്ച പ്രൊഡ്യൂസേഴ്സിനും ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. അൾട്ടിമേറ്റ്ലി അവരുടെ റിസ്ക്കും കൂടെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. കുടുംബൻ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ചും ഒരുപാട് നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രത്തോളം ക്യാരക്ടർ ഡെപ്തുള്ളൊരു കഥാപാത്രമാണ്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാനായി ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ ബൈ. ഇതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷവും കൂടെ പങ്കുവയ്ക്കുന്നു. നമ്മുടെ ചാനൽ 100K സബ്സ്ക്രൈബർ ക്രോസ് ചെയ്തേക്കുകയാണ്. അതൊരു മൈൽ സ്റ്റോൺ തന്നെയാണ്. അതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല. നമുക്കിനി ഒരുപാട് ദൂരം പോകാനുണ്ട്. അങ്ങോട്ടേക്ക് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ ബൈ.